सरे सानी ससगारे नी सरे सानी ससगा അല്ലൊരു പെണ്ണ ഈ വെറുതെ നിൽക്കണ നേരം കൊണ്ടേ എനിക്കിതൊന്ന് സഹായിച്ചൂടെ? ഇത്ത അത്രക്കങ്ങാണ്ട് വേണ ഇക്ക് ഈ പണിയെടുക്കണ കാട്ടി ഇഷ്ടേ. ഇങ്ങനെ വെറുതെ നിക്കണതാണ്. പണിയെടുക്കുമ്പോ എന്താണാവോ എന്റെ ശരീരത്തിൽ കൂടെ ഒരു അലർജി ഉണ്ട് കേറും. വെറുതെ നിക്കണ സുഖേ ഈ പണിയെടുക്കുമ്പോ കിട്ടണില്ല. അതാണ് അത്രക്കങ്ങോട്ട് വേണം. അങ്ങനൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ വെറുതെ നിക്കണ്ട. ഡാക്കി സിങ്കി കിടക്കണേ പാത്രം ഒന്ന് മോറിക്ക്. അല്ലാന്നുണ്ടെങ്കിലേ നമ്മള് ബാക്ക് ഭാഗത്ത് കൊറേ ചമ്മല കിടക്കണ്. അതൊന്നേ അടിച്ചു വാരി കത്തിച്ച ചെല്ല്. എന്റെ കയ്യൊന്നും അവിടെ എത്തിയിട്ടില്ല. ഒക്കെ ചെയ്യും. എന്താ നിങ്ങൾ ഇങ്ങനെ എന്നോട് ഒരു തരി സ്നേഹമില്ല നിങ്ങൾക്ക്? കെട്ടിച്ചോട് ചെന്നുണ്ടെങ്കിലും ഈ പാത്രം മോറണം, അടിച്ചു വാരണം, തുടക്കണം, തിരുമണം, ഇതന്നെയല്ലേ പണി. സ്വന്തം പെരെ നിന്നാലെങ്കിലും ഒരു 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 സമാധാനം ഉണ്ടാവും വിചാരിച്ച്. എവിടെ ആങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഒരു സ്നേഹം ഇല്ല എന്നോട്. ഒരു വലിയകാക്ക അങ്ങോട്ട് വിളിക്കട്ടെ. വലിയകാക്കാനോടെ ഒക്കെ ഞാൻ പറയുന്നുണ്ട്. ആ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ മോൾക്ക് വിളിച്ചിരുന്ന ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അന്ന് വന്ന് കൂടിയതല്ലേ ഇവിടെ. ആ അവൾക്ക് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിന്ന്. അവൾക്ക് ഞാൻ അവിടെ ഇല്ലാച്ചിട്ടേ യാതൊരു കുഴപ്പമില്ലത്താ. അവളെന്താ പറഞ്ഞെന്നറിയാം. ഇമ്മച്ചിപ്പോ വന്നില്ലേലും കുഴപ്പമില്ല, ഇക്ക് ഉമ്മമ്മ ഉണ്ട്. അല്ല ഇക്കാന്റെ ഉമ്മ നല്ല പൊന്നു പോലെ നോക്കും. അതെനിക്കറിയാം. ഒരു പാവം ഉമ്മ അത്. എന്റെ അമ്മായി മാനുവാണെങ്കിൽ സമ്മതിക്കാം. ജേ മിന്നൂന് ഈ സ്കൂൾ ബോട്ടിനെ ഇവിടെ നിർത്തിക്കാണ്ടിട്ടാ. അല്ലെങ്കിലും മിന്നൂനതിനെ ഇന്നെക്കാട്ടി ഇഷ്ടേ ഇങ്ങളെ തന്നെ അല്ലേ. ഇങ്ങളെ പറ്റി പറയുമ്പോളേ അവളെ നാവ് എന്താന്നറിയോ? മാമി അങ്ങനെയാണ്, മാമി ഇങ്ങനെയാണ്, മാമി അങ്ങനെ കാട്ടി, മാമി ആ കൺമശ്ശേരി തന്നു, മാമി ഐശോടെ തന്നു, എന്തൊക്കെ പറയുന്നറിയാം. ഇങ്ങളാണ് ഒരു കണക്കിനെ അവളെ കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കണത്. ഈ 24 മണിക്കൂറ് അതിനോട് തുറന്നിട്ടിട്ടല്ലേ പിന്നെ എങ്ങനെയാണ്? അല്ലത്താ ഇന്ന് നമ്മളെ പെരയത്തെ ബീവിനെ കണ്ടില്ലല്ല. ബീവിന്ന് എവിടേക്കാ പോയി? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടനെ റൂമിൽ തന്നെയാണല്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. സാലിതാക്കണെന്നുണ്ടെങ്കിൽ പിന്നാലുണ്ടേന്. അല്ല എന്താ പറ്റിയ ആൾക്ക്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ പണി എടുത്തില്ലെങ്കിലും അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് വരില്ല. ഇന്ന് ബീവിനെ പുറത്ത് കണ്ടിട്ടില്ല. എന്താ പറ്റിയത്? എടി എന്തിനാടി ഇതായിരുന്നു ബീവിന്ന് വിളിക്കണത്? അതൊരു പാവാണടി. പാവം പാവേ ഉറങ്ങുമ്പോളാവും. ഉണർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പാവല്ല, ഒരു പണ്ടാരോ പറഞ്ഞ പോലത്തെ സ്വഭാവമാണ്. എന്താ ഫിദ ഇജ്ജ് പൂവിനെ അയിനേന്ന് ഇങ്ങനെ പറയാൻ നിക്കണ്? അല്ല അന്യ ആൾക്കാരെ പോലെ അല്ല. പിന്നെ അനക്കെന്താ പൂവിത്താന്ന് വിളിക്കാൻ നിച്ചല്ലേ? അല്ലെ പൂവിന്ന് പറയാൻ നിച്ചല്ലേ? എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളല്ലാതെ ഓളല്ല നായി തൊട്ട കഴുത്തിന്റെ മാർക്ക് അയിനേന്ന് അങ്ങനെ വിളിക്കുന്നത്. എന്നിട്ടെന്താ പൂവിത്താന്ന് പേരെടുത്ത് പറയാൻ നിച്ചല്ലേ? ഇന്നലെ അതിന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടന്നെ പെട്ടെന്ന് പോയല്ലോ. ഇമ്മാൻ ഇന്നലെ കൊറേ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിക്കണെന്ന് അറിഞ്ഞ്. പക്ഷെ ഇമ്മാന്റെ വർത്താനം കേട്ടിട്ട് ഞാനും കരുതിയെന്നില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പടക്കം പൊട്ടിക്കുന്നുള്ളത്. പക്ഷെ ഇന്നലെ ഇവിടെ വന്നിട്ടേ പെട്ടെന്ന് പോയല്ലോ. ആൾക്ക് എന്താ പറ്റിയത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പൂവിത്താത്താന്റെ ഉമ്മാക്ക്. നീ ഇന്നിട്ട് കേറി വരുവോ? ഞാൻ പറഞ്ഞ പണിയെ ചെയ്യാൻ നോക്ക്. പോയിട്ട് ചെല്ല്. എന്റെ ആങ്ങളെ എന്നുള്ള ബോധം ഇല്ലാതായ എനിക്ക്. ആങ്ങള താലൊരു പാവാന്നുള്ളതേ അറിയണന്നല്ല. എനിക്ക് അറിയാത്തൊന്നല്ലല്ലോ. പോയിപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓനത് കണ്ണടച്ച് വിശ്വസിക്കും. അത് അങ്ങനെ ഒരു സാധുവാണ്. ഇന്നൊന്നും കാണാൻ തുടത്തിയൊന്നല്ലല്ലോ എന്റെ ആങ്ങളിന്. ആങ്ങളെ എന്നുണ്ടെങ്കിലേ വെറും പെണ്ണുങ്ങളമ്മായി ഒരു കഴുത. പൂവി എന്താ പറഞ്ഞത്? ആ പൂവി മണ്ടി ചെല്ലും. ഇക്കാന്ന് വിളിക്കുമ്പോത്തിന് ഇന്റെ പൊന്നോ ആ തേനും പാലും ഒലിക്കണത് കാണണം. ഇവന്റെ വിചാരം തീരെ ലോകത്ത് പെണ്ണില്ല എന്നാണ്. അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് നമ്മളെ സാലുകാക്കാന്റെ കാട്ടിക്കൂട്ടൽ. സാലുവിനെ പൂവിന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ജീവനാണ്, അല്ലാതെ അന്റിന്റെ മാപ്പിളിനെ പോലെ അല്ല. ഇന്റെ ആങ്ങളുടെ മാരിക്കേ പെണ്ണുങ്ങളമ്മായി ആവാനേ ഇന്റെ മാപ്പിളിനെ തൽക്കാലം കിട്ടൂല. ഇത് മാപ്പിളാര് പെണ്ണുങ്ങളാരെ സ്നേഹിക്കും, പക്ഷെ ഇത് കുറച്ച് ഓവറാണ്. ഇതിന് സ്നേഹം എന്നല്ല പറച്ചില്. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം പ്രഹസനമായിട്ടൊക്കെ തോന്നല്. ഒന്നൊരു കാട്ടിക്കൂട്ടലാണ്. ആങ്ങളയാണല്ലോ ആങ്ങള. ഞാൻ ഇത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇന്ന വരെയായിട്ട് ഫിദ അനക്കെന്തെങ്കിലും വേണ അതൊന്നും ചോദിച്ചിട്ടില്ല.
പെണ്ണുങ്ങള് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയാണ് കൊടുന്നു കൊടുക്കണ്. പെങ്കോന്റെ ഈ ഒരു പെണ്ണ് ഇമ്മെന്താ വരാത്തത്? ഞാൻ ഫോൺ വിളിച്ചിട്ട് എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തതാണ്. നേരത്തെ വരാനും പറഞ്ഞതാണ്. കാണാൻ എന്താണ് ഭൂവി എത്ര ആലോചന? എന്തേ എനിക്ക് കുറവില്ലേ? ഒന്നുമില്ലക്കാ, ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഇരുന്നതാണ്. ഇതിന് മാത്രം എന്താടോ ഇവിടെ ആലോചിക്കുക? അനക്ക് മാളുത്താക്കും പുതിയൊരു കൂട്ട് കിട്ടിയില്ലേ, നമ്മളെ പൊന്നൂനെ. ഇക്ക് കൂട്ടെന്ന് നിങ്ങൾ പറയണ്ട, നിങ്ങളെ ഏട്ടന്റെ ഭാര്യക്ക് കൂട്ടെന്ന് പറഞ്ഞാ മതി. അന്ന് മുതലേ പൊന്നൂനെ നെറുകയിലേറ്റി നടക്കല്ലേ നിങ്ങളെത്ത. പിന്നെ എന്റെ കൂട്ടല്ല ആള്. അത്ര വലിയ പിടിച്ചിട്ടൊന്നും ഞാൻ പൊന്നൂനെ. എന്തൊക്കെ ഉള്ളില് കുഞ്ചും പോരും കീപ്പറുള്ള മാരിക്കാണ് അവളെ പെരുമാറ്റമൊക്കെ. പുറത്തൊക്കെ ചെറിയ എണ്ണ ഉള്ള ആൾക്ക്. എൻ്റെ തോന്നലാടോ, താൻ അധികം കാട് കയറിയൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം റെസ്റ്റ് എടുക്കുക, ഞാനും പുറത്തു പോയില്ല. എങ്കിലും ഇക്കാക്ക് എല്ലാരും പാവാണല്ല, അത് നിങ്ങളൊരു നല്ല മനസ്സിന്റെ നന്മയാണ്. ഇന്നിവിടെ ഇപ്പൊ ആർക്കും ഇഷ്ടമില്ലാതായി തുടങ്ങിയേക്കണ്. എപ്പോ നോക്കിയാലും പൊന്നു പൊന്നു തന്നെ. എന്റെ വയറ്റിലൊരു കുട്ടി വളരുന്നുള്ള ചിന്ത പോലും ഇപ്പൊ പെരക്കാർക്ക് ഇല്ലാതായി തുടങ്ങിയേക്കണ്. അതൊക്കെ എത്ര തോന്നല പെണ്ണെ. ആ കുട്ടീനെ കണ്ടിട്ട് ഒരു പാവാന്ന് തോന്നില്ലേ? വരുമ്പോ എനിക്കെന്തും കൊണ്ടുവരണോ? അല്ല അച്ചാറോ ഉപ്പിലിട്ടോ എന്തെങ്കിലും? ഇക്കൊന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് മേ വരി. ഈ ഇമ്മ എന്താ വരാത്തത്? ഏടത്ര പോലെ ഞാൻ പറഞ്ഞതാണ് സാൽക്കാക്ക് പുറത്തേക്ക് പോണ ടൈം ആകുമ്പത്തിന് തന്നെ വരണമെന്നുള്ളത്. പോയി 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 വന്നമ്മ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാൻ കണ്ടു. എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നടന്നു. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഇമ്മ അവരും കൂടെ പുറത്ത് സംസാരിക്കട്ടെ. അല്ലേ ഇവിടെ ഉള്ളവരൊക്കെ ചെവിയും പൊട്ടിപ്പോയാ പോയി. അല്ല ആരിത് ഖദീജ അല്ലേ? എന്താ ഇപ്പൊ ഒരു വരവ്? എന്നാ ഇരിക്ക്. അല്ലേ ഇക്കിന്റെ മകളെ കാണാനും വരാൻ പാടില്ലേ? ഓ ഞാൻ ഇന്നലെ വന്ന് പോയതാണല്ലേ, അപ്പൊ ഇന്നും ഇങ്ങോട്ട് വരാൻ പാടില്ലല്ലേ? എന്താ പറയണത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നല്ല. എന്റെ മകളെ കെട്ടിച്ച പേരല്ലേ, എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് കേറി വരാലോ. അതിനിപ്പോ ഇവിടെ ആരും ഒരു തടസ്സം പറയില്ല. എനിക്ക് എന്റെ കുട്ടീനെ കാണണമെന്ന് പൂതിയാവുമ്പോളേ എനിക്ക് കേറി വന്നൂടെ? ഇന്നലെ വന്ന് പോയതാണല്ലോ. ഞാൻ ഉണ്ടല്ലോ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നു. അത് പറ്റ മറന്നു പോയതാണ്. മറന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. എന്റെ കുട്ടി ഇങ്ങനെ ഇന്നലെ വയ്യാതെ കുൾക്കൂസൊക്കെ കയറ്റി വന്നുങ്ങാണ്ട് ഓൾ ആ ക്ഷീണത്തിൽ കിടക്കുമ്പോഴേ ഞങ്ങളോട് ഇങ്ങനത്തെ കാര്യം പറയാനത് മോശമാണ്. ഓൾക്കതൊരു ടെൻഷനാവും. അല്ലെങ്കിലും എന്റെ കുട്ടി ടെൻഷൻ കേറിയിട്ടാണല്ലോ ഈ കോലായത്. അല്ല എന്തെങ്കിലൊക്കെ ഉദ്ദേശം? ഇക്ക അത് മാത്രം അറിഞ്ഞാ മതി. ഉദ്ദേശം? എന്തുദ്ദേശം? കുട്ടീനെ ഇവിടെ ഇട്ടുങ്ങാണ്ടേ എല്ലാരും കൂടി കഷ്ടപ്പെടുത്താനാണ് നിങ്ങളൊക്കെ വിചാരം? അല്ല അറിയാൻ പാടി കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്താ ഖദീജ ഈ പറയണത്? അതിന് മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത്? ഇങ്ങനെ വർത്താനം പറയാൻ മാത്രമൊക്കെ പൂവിക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇന്നലെ ഒന്ന് ഓൾക്ക് BP കുറഞ്ഞ്, അതിന് നമ്മളെല്ലാരും കൂടി പോയിട്ട് ഓളെ കുൾക്കൂസേറ്റി കൊടുന്നും ചെയ്തില്ലേ. ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ ഓൾക്കൊരു കുഴപ്പമില്ല. അതെന്നെ അമ്മ, അതിന് മാത്രം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പൂവിനെ ഞങ്ങൾ നല്ലപോലെ തന്നെയാണ് നോക്കണത്. എല്ലോ വന്നാ ഇമ്മാനെ പറക്കാതെ പോയ മച്ചിമരിയോള് ഒരു കുട്ടിന് ജന്മം കൊടുക്കാത്തവരെ പറ്റിയിട്ട് എന്നാലും ഉമ്മാക്ക് എന്തോ ഒരു സ്നേഹമാണ്. ആളോ തന്നെ കൊണ്ട്
തോന്നിരാ മതിക്കും. അതിന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ലല്ലോ നിങ്ങളാരിന്റെ കുട്ടീനെ നല്ലപോലെ നോക്കണത്. നിങ്ങളെ മോന്റെ കുട്ടി ഇന്റെ കുട്ടിന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അപ്പൊ ആ കുട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിങ്ങൾ ഈ നോക്കണത്. അല്ലാതെ ഇന്റെ പൂയിമോളോട് ഇങ്ങക്ക് ഒരു തരി ഇഷ്ടമില്ല എന്നുള്ളത് ഇക്ക് നല്ലോ അറിയാം. ഇന്നലത്തേനാലും കണ്ട് അതൊക്കെ നല്ല ബോധ്യായി. ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ഇന്റെ കുട്ടിന്റെ വയറ്റില് വളരുന്നത്. അപ്പൊ നിങ്ങള് ആ കുട്ടിനോടുള്ള സ്നേഹത്തിന്റെ പേരില് ഇന്റെ കുട്ടിനെ നിങ്ങൾ നല്ലപോലെ നോക്കണ്. അല്ലാതെ ഇന്റെ പൂവിമോളോടെ ഇങ്ങക്ക് ഒരു തരി സ്നേഹം ഇല്ല എന്നുള്ളത് ഇക്ക് നല്ല അറിയാം. ഇതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ നമുക്ക് നല്ല ഉണ്ട്. താത്ത വല്ലാത്തൊരു കഴിവായി പോയി. ആ കഴിവേ ഏറിപ്പോയതാണ്ട് തോന്നുന്നു. ഇങ്ങനെ ഭയങ്കര കഴിവായി പോയി. കണ്ണൊക്കെ മറ്റുള്ള കഴിവാണ്. മകളുള്ള സ്നേഹമില്ല. അത് കേൾക്കും. പിന്നർത്ഥം പിടിച്ചു തോന്നും. എല്ലാം എന്തെങ്കിലും കാരണം കിട്ടാൻ പ്രശ്നം ഉണ്ടാക്കാം. എന്റെ ദേഷ്യം കയറിയിലെത്താം. ഈ വളരെ വർത്താനം കേൾക്കുമ്പോഴേ ഉറിഞ്ഞു കയറുന്നുണ്ട്. ഇല്ലാത്തൊരു വർത്താനം ഇല്ലാത്തൊരു വാക്കുകളും ഇങ്ങോട്ട് പിടിച്ചിടേണ്ട ആവശ്യമില്ലായി. എനിക്കിപ്പോ ആരും കേട്ടുകൊണ്ട് വരുന്നതാണ്. പണ്ട് ഇഷ്ടമില്ല. ഉമ്മാൻ ആരെങ്കിലും പറഞ്ഞത് ഇനിമേൽ ആർക്കും മാറി ഭാവിക്കാൻ തീരെ ഇഷ്ടമില്ല. ഇപ്പൊ കേട്ടുപാട് ഇത് കേട്ട് വരുന്ന അപ്പൊ തളർന്ന് മനസ്സിലാവുള്ളൂ. ഇമ്മാനെ പുറത്തോട്ട് മഴ എപ്പോഴൊപ്പം ഇങ്ങനെ ചെയ്ത് പറഞ്ഞു. ആശുപത്രിയിൽ ഒരുവൊക്കെ പറഞ്ഞേക്കാൻ തന്നില്ല. ഉമ്മാനോടൊരു വസ്തുന്നുണ്ട് കേട്ട് വരണമെന്നുണ്ടാവും. പെണ്ണുങ്ങൾ പെണ്ണ് നടക്കണം. മാത്രം പെണ്ണുങ്ങൾ അമ്മയെ അതല്ലേ ഇവിടെ കിട്ടുന്നത്. ആവി പൊന്നൂനെ കൂട്ടിക്കൊണ്ടേ പുറത്തു പോയത് നന്നായി. അല്ലെങ്കിൽ ഈ തന്റെ പരട്ട സ്വഭാവം കണ്ടുകൊണ്ടേ ആ പെൺകുട്ടി പേടിച്ചിരുന്നു. ഈ എവിടെയെങ്കിലും ഉണ്ടാവുമോ മകൾ തല കറങ്ങി വീണിക്കണെന്ന് നനയാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരണേ. അല്ലെങ്കിൽ പോയി താത്തൊക്കെ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാണ് അവള് നല്ലതുപോലെ തന്നെ ഇവിടെ നോക്കണത്. സുഖം കൂടിയിട്ടാണ് നാളെ തന്നെ. എല്ലാവരും വേറെ ഉറപ്പാണ് തള്ളി മോളും കൂടി എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഈ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇന്റെ മോന്റെ കുട്ടിയെ പൂവിന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് കരുതിയിട്ട് മാത്രല്ല ഞങ്ങൾ ഓളെ നോക്കണത്. ഇന്റെ ഫിദനെ പോലെ തന്നെ ഞാൻ ഓളെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ 2-3 കണ്ണോട് കാണാനേ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ പൂവി പറയട്ടെ ഓളെ ഇത്രയും കാലം നോക്കിയാലേ എന്തെങ്കിലും ഞങ്ങൾ കുറവ് എത്തിക്കണോന്നുള്ളത് പറയില്ല. ഓള് സ്വന്തം മോളെ പോലെ തന്നെ ഞങ്ങൾ ഓളെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഓളെ വയറ്റിലെ ഇന്റെ കുട്ടിന്റെ കുട്ടി വളരുന്നുണ്ടെന്ന് കരുതിയിട്ടല്ല. അങ്ങനെ മാറി ചിന്തിക്കാനുള്ളേ അത്രക്കുള്ള മനസ്സൊന്നും ഞങ്ങൾക്കില്ല. ഇങ്ങക്കിപ്പൊ അങ്ങനെ പലതും തോന്നും. ഇങ്ങളെ മുഖത്ത് നോക്കിയാളുടെ ഇങ്ങളെ സ്വഭാവം ഞാൻ വിളിച്ചറിയാണേ. അപ്പൊ ഇങ്ങക്ക് അങ്ങനെ പലതും തോന്നും. അതിനെ ഇന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ മുഖത്ത് നോക്കി വിളിച്ച് പറയുമ്പോഴേ പല അടവും ഉണ്ടാവും, പല കള്ളത്തരും ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ മുഖത്ത് മിന്നി മായും. അതാ അപ്പൊ നിങ്ങളെ അവസ്ഥ. പിന്നെ ഭയങ്കര മക്കളെ പോലെ നോക്കണം. ഓലക്കാണ് മക്കളെ പോലെ. നിങ്ങൾ ഇന്നലെ അങ്ങോട്ട് വന്നീന്നല്ല. അപ്പൊ ഈ വക വർത്താനൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. നിങ്ങൾ വന്ന പാട് അട് മുണ്ടാതെ പോയി. ഓളിവിടെ റൂമിലാക്കിങ്ങാണ്ട് ഹോസ്പിറ്റലിൽ നിന്നെ എന്തൊക്കെയോട് പറഞ്ഞ് അത് ഞാൻ പിന്നെ അത് മെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ പലതും പറയുന്ന കരുതിയിട്ട് ഇതിപ്പോ നിങ്ങളിന്നിപ്പോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നനച്ചുട്ടി വന്നതാ തോന്നല്ലേ? താത്ത ഇതിങ്ങനെയെന്നുണ്ടെങ്കില് താത്താന്റെ ഉമ്മാക്കെ എന്റെ തൊള്ളേന്ന് കേൾക്കൂട്ടാ. ഉറപ്പാണ് നല്ല ദേഷ്യം കേൾക്കുന്നുണ്ട്. എന്തിനും ഉമ്മാനട്ട് കണ്ട് ഇങ്ങനെ പറയണത്. താത്ത തീരുന്നു അതൊന്നും ആവശ്യം തീർത്തോളൂ. പറയാനുള്ള അവസരം വരുമ്പോഴേ നിങ്ങളെ അല്ലാതെ വിചാരിച്ചാണ്ടേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കല്. ഇവിടെ കുട്ടികളൊപ്പം ഇല്ല. മൂപ്പരാൾ കേട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതാവും വേറെ പ്രശ്നം. ഒച്ചപ്പാടുണ്ടാക്കല്ലേ. മൂപ്പരാൾ പുറത്തേക്ക് പോയതാണ്. നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നുകാണ്ട് ഒച്ചും പുളിയും കൂട്ടുമ്പോളേ മൂപ്പരാൾ കേട്ടുകാണ്ട് വരുള്ളൂ. അത് ഇങ്ങക്ക് മോശത്തരം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു മോശത്തരം തന്നെയാണ്. അപ്പൊ നിങ്ങക്ക് പേടിയുണ്ടല്ലേ? ഇങ്ങളെ സ്വഭാവേ എല്ലാരും അറിയുന്ന കരുതിയിട്ട്
സ്വഭാവത്തിന് എന്താ കുഴപ്പം? എന്റെ സ്വഭാവത്തിന് യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പൊ നിങ്ങളെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്റെ സ്വഭാവം നന്നെന്ന് പറയാന്. അല്ല ഖദീജുമ്മ, എന്റെ ഉമ്മക്ക് എന്ത് സ്വഭാവമാണ് നിങ്ങൾ കണ്ടത്? ഇതാ എന്റെ ആൾക്ക് മുണ്ടാതെ ഒത്തുക്ക് പോവാൻ നോക്ക്. ഇതിനൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യ ചെല്ല്. ഞാൻ എവിടെയും പോണില്ലമ്മ. പോയിത്താതെ തല കറങ്ങി വീണേനെ ഞങ്ങൾ എന്താ പയച്ചത്? പോയിത്താ ഒന്നിങ്ങൾ ഇവിടെ വരി. പോയിട്ട് പറയട്ടമ്മ, പോയിത്താനേ ഇവിടെ ആരും നോക്കിയിട്ടില്ല എന്നുള്ളത്. നിങ്ങളെ മകൾക്കുണ്ടല്ല ഇവിടെ സുഖം കൂടിയിട്ടുള്ള കേടാണ്, വേറെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ കണ്ട അവസ്ഥയില്. ഈ പെണ്ണെന്തിനാ പിന്നെ അങ്ങോട്ട് വിളിക്കണത്? ചടു വിളിച്ചാ ഞാൻ വന്നത് തന്നെ വരാൻ ടൈം ആകുമ്പോ ഞാൻ അങ്ങോട്ട് വരും. നാളെ പിറ്റന്നേ അന്നെ കെട്ടിച്ച് പേരൊക്കെ എങ്ങനെ പറഞ്ഞേക്കണം എന്നറിയാം. കുറച്ച് ചില കൂടുണ്ട്. ഞാനോളും തല പൊക്കി തുടങ്ങിയ ഇത്രയും കാലം ഇതാ അന്റെ നാവ് ഈ പെരന്റെ ഉള്ളിൽ പൊന്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മോളെ കെട്ടിച്ചേ മുതൽക്ക് ഞാൻ കണ്ടു വരുന്നുണ്ട്, പോണുണ്ട്. ഇന്ന വരെ എന്നോട് തർക്കുത്തരം പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ പാട എന്താവും മുണ്ടല്ലോ ഫിത. ഇപ്പൊ എനിക്ക് അന്റെ നാവ് പൊന്തലും തുടങ്ങിയ. പുതിയ മരിയോള് വന്നപ്പോഴേ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവൂലേ? വരുന്നവരോടും പോണവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞാ മതി എന്നുള്ളത്. വെറുതെ അല്ലാണ്ട് നാവ് പൊന്തിയത്. ബെസ്റ്റ്. നിങ്ങളെ പ്രശ്നം ഇപ്പൊ എന്താന്നുള്ളതേ ഇപ്പോഴല്ലേ മനസ്സിലായത്. മാളത്താത്ത വേറെ പ്രശ്നം എന്താന്നറിയോ? പൊന്നു വന്നേ മുതൽ എന്നോട് നമ്മളെ എല്ലാരേ നല്ലതുപോലെയല്ലേ പെരുമാറുന്നത്. ആ പ്രശ്നമാണ് ഇവർക്ക് വരെ മോൾക്കും. ഇതിന് പറയുന്ന പേരാണ് കണ്ണ് കടിയെന്ന്, വേറെ ഒന്നുമല്ല. നിങ്ങളെ മകൾ ഇവിടെ ഉണ്ടെന്ന് കരുതിയാണ്ടേ ഞങ്ങൾക്കേ പൊന്നുവിനെ വേറിട്ട് കാണാനൊന്നും പറ്റൂല. കാരണം അത് ഞങ്ങൾ ആങ്ങളുടെ പെണ്ണുങ്ങൾ തന്നെയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. പോയിത്താതാനെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ, പോയിത്താതാനെ മാത്രം കൊണ്ടിറക്കാൻ പാടുള്ളൂ, അങ്ങനൊന്നും ഈ പെരയിൽ നിയമമില്ല. എല്ലാരും ഞങ്ങൾക്ക് ഒരേപോലെ തന്നെയാണ്. പോയിത്താതാനെക്കാട്ടിയും പൊന്നുവിനെക്കാട്ടിയും ഒരു പടി മുന്നില് മാൾത്താതാനോടോ ഞങ്ങൾക്ക് സ്നേഹം കൂടുതൽ. പിന്നെ ഖദീജമ്മ, ഇക്ക് നിങ്ങളോട് ഒന്ന് മാത്രം പറയാനുള്ളൂ. നിങ്ങളെ മകള് ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടുകാണ്ടേ മണ്ടി വന്നുകൊണ്ട് ഇവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങളെ പ്രശ്നത്തിനനുസരിച്ച് നിങ്ങളെ കൂടെ തുള്ളാനേ ഞങ്ങൾക്ക് തീരെ നേരെയാ. പ്രത്യേകിച്ച് ഞങ്ങളെ ഉമ്മാനൊന്നും പറയാൻ നിൽക്കരുത്. ഞങ്ങളെ ഉമ്മ ഉണ്ടല്ല പോയിത്താതാൻ എങ്ങനെ നോക്കണമെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ നല്ല അറിയാം. ഇക്കതൊന്നും കേൾക്കും വേണ്ട, ഇക്കതൊന്നും അറിയും വേണ്ട. ഇക്കൊന്നു മാത്രം നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. കേട്ടോ മാളുവോ, കേട്ടമ്മ, കേട്ടോ ഫിദ, എന്റെ കുട്ടിന്റെ മനസ്സ് വേദനിപ്പിക്കാനേ ഞാൻ സമ്മതിക്കൂല. എന്റെ കുട്ടിന്റെ മനസ്സ് വേദനിച്ചിട്ടാണ് എന്റെ കുട്ടി നല്ല തല കറങ്ങി വീണത്. അതിന്റെ മനസ്സിലേ അത്രത്തോളം സങ്കടം ഉണ്ടായിട്ടാണ്. ഞാൻ നിങ്ങളെ കുട്ടിന്റെ മനസ്സ് ഇവിടെ ആര് വേദനിപ്പിച്ചെന്നാ പറയണമ്മ? നിങ്ങളെ കുട്ടിന്റെ മനസ്സ് ഇവിടെ ആരും വേദനിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇന്നലെ ഒന്ന് തല കറങ്ങി വീണിക്കണെന്ന് കരുതിയിട്ടേ അത് BP കുറഞ്ഞതാണ്. അല്ലാതെ ഓളെ മനസ്സാരും വേദനിപ്പിച്ചതല്ല. അവളോട് നേരത്തിന് ഉറങ്ങാൻ പറഞ്ഞാൽ അവൾ ഉറങ്ങൂല. അവള് ഫുൾ ടൈം ഫോണിൽ തന്നെ കളി. അത് ആദ്യം നിങ്ങൾ മകളോട് കുറക്കാൻ പറയും. നിങ്ങളെ കുട്ടിന്റെ മനസ്സ് ഇവിടെ ആരും വേദനിപ്പിച്ചിട്ടില്ല. ഓളെ പിന്നാലെ നടന്നുകൊണ്ട് മനസ്സ് വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലേ? നിങ്ങൾ ഓരോ തോന്നലിനെ ഉത്തരം പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ഖദീജമ്മ, നിങ്ങൾ പൂവിന്റെ അടുത്ത് ഞങ്ങൾ ചെല്ലില്ലേ, ഞാൻ ചായ എടുക്കാം. പൂവിക്ക് പോടെ വിഷമം വരാൻ മാത്രം ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലി ഓളർത്തിട്ട്. അല്ല മാളുവാ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്നോട്. എന്റെ കുട്ടീന്റെ വിഷമേ അനക്കെങ്ങനെ മനസ്സിലാവല്? അല്ല അനക്കെങ്ങനെ അറിയല്? എന്റെ കുട്ടിക്ക് പള്ളയിലുണ്ട്. ഈ ടൈമിലെ ഓൾക്ക് മനസ്സ് വേദനിപ്പിക്കാനും പറ്റൂല, ടെൻഷൻ അടിക്കാനും ഒന്നിനും പറ്റൂല. ഈ പള്ളയിലുണ്ടാവാത്ത കുറെ വർഷമായിട്ട് ഗുളിക കുടിച്ച് നടക്കണേ അനക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാണ്? ഈ പള്ളയിലുള്ളവരെ ടെൻഷനും വേദന ഒക്കെ അനക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? അങ്ങനത്തെ അനക്കെങ്ങനെ എന്റെ കുട്ടീന്റെ വിഷമം മനസ്സിലാവല്? അനക്ക് ഒരു വിഷമവും മനസ്സിലാവൂല. അതൊക്കെ വിഷമം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 10 മാസം കുട്ടിനെ പള്ളയിൽ കൊണ്ടുവന്നിട്ട് പ്രസവിക്കണം. അങ്ങനത്തെ ഒരിക്കൽ അതിന്റെ വിഷമൊക്കെ മനസ്സിലാവുള്ളൂ. എന്തിനാ മാറുന്നതാണ് അങ്ങനെ പറഞ്ഞത്? ചെയ്തു തന്നെ മാർത്താൻ അതിനെന്തിനാ പറഞ്ഞു? ഇമ്മനോട് പറഞ്ഞു ഓരോന്ന് പറയണത്. നേരത്തെ മാളുവാ, ഇണ്ടാളെ അടുക്കളയിൽ വല്ല പണി ഉണ്ടെന്നുണ്ടെങ്കില് ചെല്ലാൻ നോക്ക്, അതെടുക്ക് ചെല്ല്. ഞാനേ
ഇമ്മാന്റെ നിസ്കാര കുപ്പാട് തിരുമ്പിടാന് ആ തിരുമ്പിടട്ടെ പോയിട്ട്. ഇതിനൊന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം ഉണ്ടാവൂല. നിങ്ങൾ പൂവിനെ കാണാവുന്നല്ലേ, കണ്ടോളി പോയിട്ട്. നാളെ താത്ത നിങ്ങളൊന്നവിടെ നിൽക്കി. ഖദീജമ്മ, നിങ്ങൾ പറഞ്ഞല്ലോ മാളുതാത്താക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആര് പറഞ്ഞത് മാളുതാത്താക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത്? താനൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടേ 8 കൊല്ലായി. പറയുമ്പോ ഞാൻ കുട്ടിയാവണ ആ ടൈമിലാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഇത്തണ്ടല്ല അന്ന് മുതൽക്കന്നെ ആവിക്കും സാലൂനൊക്കെ ഉണ്ടല്ലോ ഇമ്മന്നെയാണ്. അതൊരു ഭാഗ്യം തന്നെയല്ലേ. അന്ന് മുതലേ ഞങ്ങൾ 3 ആള് മാളുതാത്താനെ സ്വന്തം അമ്മായിട്ട് തന്നെ കാണുന്നത്. ഒരു ഉമ്മാവാനേ പ്രസവിക്കണം എന്നൊന്നുമില്ല. ഇന്റെ ഇത്താക്കേ ഞങ്ങളുണ്ട് മക്കളായിട്ട്. ഇത്താക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം പഠിച്ചവൻ കൊടുത്തിട്ടില്ല എന്ന് കരുതിയിട്ടേ എല്ലാരും മുന്നിൽ വെച്ചുകാണ്ടേ ഇത്താൻ അങ്ങനെ കുത്തുവാക്ക് പറയാനേ ഞങ്ങൾ ആരും സമ്മതിക്കൂല. ഇത് മോളെ ഇമ്മേ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. നിങ്ങളെ എങ്ങനെ ഉദ്ദേശിച്ചാലും വേണ്ടിയില്ല. ഇനി ഇതുപോലെ ഉണ്ടല്ലോ ഇത്താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂയിത്താന്റെ ഇമ്മ എന്നുള്ളതേ ഞാൻ അങ്ങോട്ട് മറക്കും. ഞങ്ങൾ ആരും കേട്ട് നിൽക്കൂല മാളുതാത്താൻ അങ്ങനെ പറഞ്ഞത്. മാളുതാത്ത അടുക്കളയിൽ വല്ല പണിയില്ല, അത് പോയി എടുക്കാൻ നോക്കി. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും നിൽക്കാതാ. ചെല്ലി, ഞാൻ അങ്ങോട്ട് ഇപ്പൊ വരാം. ഇമ്മ പഠിച്ച എല്ലാവർക്കേ എല്ലാ ഭാഗ്യം ഒരുപോലെ കൊടുക്കില്ലല്ലേ അമ്മ. ഇക്ക് പഠിച്ചാൻ അങ്ങനത്തെ ഒരു ഭാഗ്യം തന്നിട്ടില്ല. പക്ഷെ കേട്ടില്ല നിങ്ങള് ഇതൊക്കെ പറഞ്ഞത്? അവരൊക്കെ എന്നെ ഉമ്മായിട്ട് കണ്ടിക്കണെന്നുള്ളത് ഇതന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഇവരൊന്നും പ്രസവിച്ചില്ലെങ്കിൽ എന്താ, 8 വർഷം ഇവരെ കൂടെ നിന്നിട്ട് ഇവരെനിക്ക് ഉമ്മാന്റെ സ്ഥാനം തന്നിട്ടില്ലേ. അത് മതി. ഇവരെന്റെ മക്കൾ തന്നെയാണ്. ഒരു പൂവി അടക്കം. പറഞ്ഞത് കൂടിപ്പോയാണ്. ഇമ്മ ഇമ്മ ഇങ്ങോട്ട് വരി. കുറച്ചല്ല കൂടിപ്പോയിക്കണം നിങ്ങൾ പറഞ്ഞത്. ഇങ്ങോട്ട് വരി. നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞത് ഫോൺ വിളിച്ചോട്ട് നിങ്ങൾ എന്താ അവിടെ ഇങ്ങോട്ട് വരി. സാരി കാക്ക അവിടെ ഇല്ല, പുറത്ത് കഴിക്കണം. വരി, ഞാൻ വരാം.